അമ്മേ വെച്ച് പോണ വഴിക്കാണ് ആന. അപ്പോൾ എല്ലാവരും ഓട്ടയ്ക്കുണ്ട. കാടിൻ്റെ നടുക്കൊരു ക്രിക്കറ്റ് ഗ്രൗണ്ട് എന്നുള്ള രീതിയിൽ ചൂട് മഴ കൊണ്ട് നനയുകയാണ് ഗൈസ് നമ്മളിന്ന് ഫുള്ള്. വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ്. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ഇലക്ട്രിഫൈങ് ഡേ എന്ന് വേണമെങ്കിൽ പറയാം. നല്ല മഴ, ഇടിവെട്ട് മിന്നലിനിടയ്ക്ക് നമ്മൾ ആ ഒരു F77 ആയിട്ട് ഇന്ന് ചെറിയൊരു ഷോർട്ട് റൈഡ് പോലെയാണ്. F77 കസ്റ്റമേഴ്സും നമ്മുടെ അൾട്രാവയലറ്റ് ഓർഗനൈസ് ചെയ്ത ഒരു റൈഡാണ്. ഈ റൈഡിന് ആർക്ക് വേണമെങ്കിൽ വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഒപ്പം വേറെ വണ്ടികളുണ്ട്. ഇലക്ട്രിക് വണ്ടി വേണമെന്ന് തന്നെ ഇല്ല, പെട്രോൾ വണ്ടി ആയാലും നമുക്ക് റൈഡ് വരാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്ന് നല്ല മഴയാണ് സത്യം പറഞ്ഞാൽ. അത്യാവശ്യം നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ മഴ കുറവുണ്ട്, രാവിലെ ആയതുകൊണ്ട്. രാവിലെ കുറച്ച് മഴ കുറവുണ്ട്. നമ്മൾ തൃശ്ശൂർ സൈഡ് ചിമ്മിനി ഡാമിലേക്കാണ് പോകുന്നത്. അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മുടെ യാത്ര. ഏകദേശം എനിക്ക് 70-80 കിലോമീറ്റർ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം ഇവിടുന്ന്. അപ്പോൾ നമ്മളിന്ന് F77 ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പോകണതാണ്. എങ്ങനെയുണ്ട് നമുക്ക് റൈഡ്, ഇത്രയും ലോങ് റൈഡ് ചെയ്യാൻ, റേഞ്ച്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത്. എത്ര ഈസി ആയിട്ട് ഓടിക്കാം. അപ്പോൾ ഇതാണ് അവരുടെ സ്പേസ് സ്റ്റേഷൻ എന്ന് വിളിക്കപ്പെടുന്ന അൾട്രാവയലറ്റ് സ്പേസ് സ്റ്റേഷൻ. അപ്പോൾ ഇവിടെ അവരുടെ സൂപ്പർനോവ എന്ന് പറഞ്ഞ ചാർജർ ഉണ്ട് കേട്ടോ. അത് ഫാസ്റ്റ് ചാർജിങ് ആണ്. 0 to 80 എനിക്ക് 20% to 80% എനിക്ക് തോന്നുന്നു 1 hour ചാർജ് ആവും. അപ്പോൾ സൂപ്പർനോവ ചാർജർ KL28 വണ്ടിയൊക്കെ ഉണ്ട്. പിന്നെ അവിടെ അതിലുള്ള ഒരു ബ്ലാക്ക് വണ്ടിയാണ് നമ്മൾ ഇന്ന് ഓടിക്കാൻ പോണത്. എൻ്റെ നമ്മുടെ ജിമ്മിനി ഇവിടെ കിടപ്പുണ്ട്. ഞാൻ രാവിലെ ജിമ്മിനിക്കാണ് ഫുൾ റൈഡിങ് ഗിയേഴ്സൊക്കെ ആയിട്ട് വന്നത്. അപ്പോൾ നമുക്ക് പരിപാടി തുടങ്ങാൻ അകത്ത് കുറച്ച് കസ്റ്റമേഴ്സും കാര്യങ്ങളും വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ പയ്യെ റൈഡ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഞാൻ ഗിയറപ്പൊക്കെ ചെയ്ത് നമുക്ക് പയ്യെ ഇറങ്ങാം. ബാക്കി വഴിയെ കാണിച്ചു തരാം. എല്ലാവരെയും മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, ക്ലച്ച് തപ്പുക. ഓക്കെ, സോ വി ആർ റൈഡിങ് എ ബ്ലാക്ക് F77 റീകോൺ ആണെന്ന് തോന്നുന്നു അവരുടെ ഏറ്റവും റേഞ്ച് കൂടിയ വേർഷൻ. അപ്പോൾ 1, 2, 3, 4, 5, 6 പിന്നെ 2 പെട്രോൾ വണ്ടി ഉണ്ട്, 2, 3 പെട്രോൾ വണ്ടി ഉണ്ട്. പിന്നെ പെട്രോൾ വണ്ടി എന്നൊക്കെ 390 ഉണ്ട്, ഹിമാലയൻ ഉണ്ട്, എക്സ്പൾസ് ഉണ്ട്. അപ്പോൾ 3 അഡ്വഞ്ചർ ബൈക്സ് ഉണ്ട്. പിന്നെ ഇനിയും 3-4 പേര് ജോയിൻ ചെയ്യും കേട്ടോ. അപ്പോൾ ഹിയർ ഈസ് ദ ഫ്ലാഗ് ഓഫ്. Okay, adjusting the mirrors and let's move. അപ്പോൾ പോവാട്ടോ. അപ്പോൾ നമ്മൾ ഗ്ലൈഡ് മോഡിലാണ്. നമുക്കിന്ന് റേഞ്ച് ഉണ്ട് കേട്ടോ. 260 കിലോമീറ്റർ റേഞ്ച് കാണിക്കുന്നുണ്ട് ഗ്ലൈഡ് മോഡിൽ. എനിക്ക് തോന്നുന്നു അത്യാവശ്യം കുറച്ച് സ്പീഡ് വരെ പോകാം. അടുത്ത മഴ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കീപ്പ് ചെയ്യാൻ പോണ സ്പീഡെന്ന് പറഞ്ഞാൽ ഗ്ലൈഡിൻ്റെ മാക്സിമം സ്പീഡ് നമുക്ക് കീപ്പ് ചെയ്യാം, കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അപ്പോൾ പവർ മോഡൊക്കെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ പയ്യെ. മഴയൊക്കെ കുറേ ട്രാക്ഷൻ ഉണ്ട്, പിന്നെ റീജനറേഷൻ ഉണ്ട്, അങ്ങനെ കുറേ ഇലക്ട്രോണിക്സ് വെച്ച് ഭയങ്കര അഡ്വാൻസ്ഡ് ആണ് F77. നമ്മുടെ ഇലക്ട്രിക് വെഹിക്കിൾസ് കേട്ടോ ഭയങ്കര അഡ്വാൻസ്ഡ് ആണ്. കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നോക്കാം ഇന്നത്തെ റൈഡ്. നേരെ നമ്മൾ ചിമ്മിനി ഡാം അവിടെ പോണ വഴി ആനയൊക്കെ ഉണ്ടെന്നൊക്കെ പറയണു. അവിടെ ഏതോ ഒറ്റയാനൊക്കെ ഉണ്ട്, സീനാണെന്നൊക്കെ പറയണേ. അപ്പോൾ ഹോപ്പ്ഫുള്ളി കാണാതിരിക്കട്ടെ ആ ഒറ്റ ആനെ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ദേശത്ത് പോണ വഴി 3-4 പേര് ജോയിൻ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ ആലുവ ദേശം, അവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ട്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്നാണ് നമ്മൾ നെക്സ്റ്റ് സ്ഥലത്തേക്ക് പോകണം കേട്ടോ. കുറേ നാളായിട്ട് ഇങ്ങനെ റെയിൻ റൈഡൊക്കെ പോയിട്ട് ഗായ്സ് ഓലമടലിനെ തള്ളുന്നു. ഓക്കെ, സോ നമ്മുടെ വണ്ടി ഇപ്പോൾ ട്രാക്ഷൻ 3യിലാണ് കിടക്കണത്. മഴയാണ്, മഴ ആയതുകൊണ്ട് ട്രാക്ഷൻ 3യിൽ. റീജൻ 89% താഴെ വന്നാലും നമുക്ക് ഈ റീജൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. 9 ലെവൽസ് ഓഫ് റീജൻ ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇത് എത്രത്തോളം എഫിഷ്യൻ്റ് ആയിട്ടാണ് നമ്മൾ ഓടിക്കണം എന്നുള്ളതനുസരിച്ച് ഈ ഒരു ബാർ മാറും. ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു ക്ലസ്റ്ററാട്ടോ. അത്യാവശ്യം നല്ല ഇൻഫർമേഷൻസും കാര്യങ്ങളും എല്ലാം ഈ ഒറ്റൊരു ക്ലസ്റ്ററിൽ തന്നെ നമുക്ക് കിട്ടും. നമ്മൾ മെട്രോയുടെ താഴെ പിടിച്ച് പോകാം. മഴയൊക്കെ അല്ലേ. ഇൻഡിക്കേറ്റർ എന്നിട്ടുണ്ട്. എന്ത് കാര്യത്തിനായിട്ടാണ് ഇൻഡിക്കേറ്ററൊക്കെ അതൊക്കെ ഭംഗിക്ക് വെച്ചേക്കണ്ടേ. എന്നാൽ തള്ളക്കി കുട്ടപ്പനൊക്കെ വെച്ചിട്ടുണ്ട്. ഗ്ലൈഡ് മോഡിൽ തന്നെ വണ്ടി അത്യാവശ്യം സ്പീഡ് കയറുന്നുണ്ടോ നൈസായിട്ട്. 70-80 എത്തി. കൊള്ളാം. നമ്മുടെ സിറ്റിയിലേക്ക് ഓടിക്കാൻ എനിക്ക് തോന്നുന്നു അത്രയും മതി. എനിക്ക് ഈ സൂപ്പർ സ്പോർട്ട് ഞാൻ അത്ര സൂപ്പർ സ്പോർട്ട് ഫാൻ അല്ല. പക്ഷേ ഒരു സൂപ്പർ സ്പോർട്ട് എപ്പോഴെങ്കിലുമൊക്കെ വേണമെന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്കറിയാം ഞാൻ കൂടുതൽ നേക്കഡ് ബൈക്ക് ഫാനാണ്. പക്ഷേ ഒരു സൂപ്പർ സ്പോർട്ട് എപ്പോഴെങ്കിലുമൊക്കെ ഓൺ ചെയ്യണമെന്നൊക്കെ ഉണ്ട്. ഇനി അത് ഇലക്ട്രിക് ആവുമോ ഈശ്വരായി. ഇന്ന് ഓടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം അല്ലേ വണ്ടി. എനിക്ക് ലുക്ക് വൈസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര അഡ്വാൻസ് ടെക്നോളജി, ഭയങ്കര അടിപൊളി ലുക്ക്, കാണാനും സെറ്റപ്പ് തന്നെ.
അങ്ങനത്തെ ഒരു വണ്ടിയാണ് നമ്മുടെ F7. മഴക്കാറല്ലേ, നല്ല സൂപ്പർ മഴക്കാർ, നല്ല മഴ പെയ്യാനുള്ള ചാൻസസും ഉണ്ട്. അപ്പോൾ പയ്യെ പോ. ഇലക്ട്രിക് തീ വരും. തീ വരില്ല. പക്ഷെ എൻ്റെ ബായ് മഴയത്ത് നിന്നാണ് കഷ്ടപ്പാടൊക്കെ ഉണ്ട പാവം. അപ്പോൾ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് നിർത്തും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എല്ലാവരെയും പരിചയപ്പെടുത്താം, എല്ലാവരെയും കാണിച്ചു തരാം എന്താണ് ആരൊക്കെയുണ്ട് ഇപ്രാവശ്യം റൈഡിനുള്ള കാര്യം. സോ നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പ് ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ടാണ്, നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസ്. ഇത് അങ്കമാലി എത്താറായിട്ടോ. ഇവനാണ് ആ വണ്ടിക്കകത്ത് നിന്ന്. ഇതാണ് എബിയാണ് നമ്മുടെ വീഡിയോ കൊടുത്തിരുന്നത്. അപ്പോൾ ഇത് നമ്മുടെ വണ്ടികൾ കണ്ടോ ഇവിടെ നിരത്തി വെച്ചിട്ട് ഞാൻ ഓടിക്കുന്നത് ഈ ബ്ലാക്ക് വണ്ടിയാട്ടോ. ഈ ബ്ലാക്ക് റീകോണാണ്. അപ്പോൾ എല്ലാ വണ്ടിയും ഇടാം, എല്ലാം റീകോൺ തന്നെയാണ്. മിക്കവാറും എനിക്കൊന്ന് റീകോൺ എടുത്തേക്കണേ. പിന്നെ അവിടെ കുറച്ച് സൂപ്പർ സ്ട്രീറ്റ് വണ്ടികൾ കാണാം. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് കഴിക്കാൻ കയറാമാണ്. ഫുഡൊക്കെ കഴിച്ചിട്ട് കാണാം. അത്യാവശ്യം നല്ല രീതിയിൽ നനഞ്ഞിട്ടുണ്ട്. ഇനി ഇറങ്ങുമ്പോൾ ഞാൻ എല്ലാവരെയും പരിചയപ്പെടുത്താട്ടോ. ഇനി നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇനി ഓരോരുത്തർക്ക് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ജസ്റ്റ് പരിചയപ്പെടുത്തരാം. ദിസ് ഈസ് എബി അടി. അപ്പോൾ ബ്രോയുടെ പേരെന്തായിരുന്നു? സജിത്. ബ്രോ ഇവിടെ യുവിൽ വർക്ക് ചെയ്യണം. അപ്പോൾ ഈ ബ്രോ നമ്മുടെ സ്റ്റോറി കണ്ടിട്ട് വന്നത്. അപ്പോൾ ആളുടെ ഫസ്റ്റ് ഗ്രൂപ്പ് റൈഡാണ്. ബ്രോയുടെ പേര് അഭിഷേക്. അപ്പോൾ അഭിഷേകിൻ്റെ ആദ്യത്തെ ഗ്രൂപ്പ് റൈഡ് എക്സ്പൾസിൽ നമ്മുടെ ഒപ്പം ഉണ്ട്. ഇത് ഷോറൂം വണ്ടി. ഇത് നമ്മുടെ നവീൻ. എന്താല്ലേ നവീൻ്റെയാണ് ADV 390. അപ്പോൾ നവീൻ ഉണ്ട് നമ്മുടെ ഒപ്പം. ഇനി ആ സൈഡിൽ നമ്മുടെ വണ്ടികളുണ്ട്, അതും കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് തിരുവല്ല വണ്ടി. ഇതാണ് ഞാൻ പറഞ്ഞ ഫുൾ ബാഗ് കയറ്റിയ. ബ്രോയുടെ പേര് ഷിനോ. അപ്പോൾ ആളാണ്. ഏകദേശം എത്ര കിലോമീറ്റർ ഇപ്പോൾ? 14,500 കിലോമീറ്റേഴ്സ് അല്ലേ? അപ്പോൾ എങ്ങനെയുണ്ട് വണ്ടി? അടിപൊളി. അപ്പോൾ ഇത് നെക്സ്റ്റ്. ബ്രോയുടെ പേര് ഹരീഷൻ. പെരുമ്പാവൂരല്ലേ? പെരുമ്പാവൂർ എന്നാണ്. അപ്പോൾ ഇത് ഇതല്ലേ? യെല്ലോ. യെസ്. അപ്പോൾ ഇതാണ് ആളുടെ വണ്ടി. അപ്പോൾ ഇത് ഷോറൂം വണ്ടിയാണ്. ഇത് സൂപ്പർ സ്ട്രീറ്റ്. ബ്രോയുടെ എന്താ പേര്? സുജിത്. ഹായ്. അപ്പോൾ ആൾ നമ്മുടെ ആലുവ വെച്ച് ജോയിൻ ചെയ്താണ്. അപ്പോൾ ഇത് പുള്ളിയുടെ വണ്ടി സൂപ്പർ സ്ട്രീറ്റ് ആണ്. നിങ്ങൾക്ക് കാണാം ഹാൻഡിൽ ബാറിൻ്റെ വ്യത്യാസം കണ്ടോ. എങ്ങനെയുണ്ട്? കംഫർട്ട് ഉണ്ടോ? രണ്ടും ഓടിച്ച് നോക്കിയിട്ടാണോ ഇതെടുത്തത്? ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായല്ലേ? ഇത് ഓക്കെയാണ്. പില്യനായിട്ടാണല്ലേ വന്നേ? എങ്ങനെയുണ്ട് വൈഫ് ഇരിക്കാൻ? എന്താ അവസ്ഥ പില്യനൊക്കെ? ആണോ? അടിപൊളി. അപ്പോൾ ഇതാണ്. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ താകത്തുണ്ട്, ഓരോരുത്തരായിട്ട് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനി പയ്യെ ഇവിടെ നിന്ന് റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മൾ അടുത്ത സ്പോട്ട് ഇനി മിക്കവാറും നമ്മൾ നേരെ ചാലക്കുടിയിൽ നിന്ന് റൈറ്റ് എടുത്തായിരിക്കും നമ്മൾ പോകാൻ പോണത്. അപ്പോൾ അവിടെ വെച്ച് ഞാൻ ഈ ബാക്കി ഓരോരുത്തരെ പരിചയപ്പെടുത്താം. അപ്പോൾ ഇത്രയും വണ്ടികളാണ്. ഇനിയും 2 വണ്ടി ജോയിൻ ചെയ്യാണ്ട് നമ്മുടെ ചാലക്കുടി സൈഡിൽ നിന്ന് 2-3 വണ്ടിയും കൂടെ ജോയിൻ ചെയ്യും. അതാണ് നമ്മുടെ റൈഡ്. അപ്പോൾ ഓൾമോസ്റ്റ് ഇങ്ങനെ 12 വണ്ടിയോളം ഉണ്ട്, ഇൻക്ലൂഡിങ് ഓൾ ദ ബൈക്സ്. നമ്മുടെ ഹിമാലയനും അതൊക്കെ ചേർത്ത് ഇലക്ട്രിക് ബൈക്സ് എല്ലാം കൂടെ ചേർത്ത് 12 വണ്ടിയോളം ഉണ്ടാവും. അപ്പോൾ പയ്യെ പോവാം. അത്യാവശ്യം നനവുണ്ട്. ഇത് റെയിൻ ലൈനർ അല്ല കേട്ടോ, ഇത് ജസ്റ്റ് ചെറിയ മഴയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുള്ളൂ, അല്ലാണ്ടൊന്നുമില്ല. പക്ഷേ ഇത് അത്യാവശ്യം പൊളിയാണ്. വാട്ടർ പ്രൂഫ് ബൂട്ടും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അടിഭാഗം നനയാനുള്ള സമാധാനമുണ്ട്, ബാക്കിയൊക്കെയാണ് നനയണേ. അപ്പോൾ ഇത് ജെർമിയ. അപ്പോൾ ആളാണ് UV ഷോറൂമിൻ്റെ മാനേജർ അല്ലേ? അതെ. അപ്പോൾ ഓൾ ഇൻ ഓൾ കൊച്ചിയിലെ UVയുടെ ഓൾ ഇൻ ഓൾ ആണ്. അപ്പോൾ ആളുടെയാണ് ആ ഒരു ഇലക്ട്രിക് കാറ്. അപ്പോൾ ആളാണ് നമ്മുടെ ബാക്കപ്പ് വണ്ടിയിലാണ് നമ്മുടെ പിള്ളേരെയൊക്കെ നമ്മൾ കയറ്റിയത്. ഇത് അടുത്തൊരു UV സ്റ്റാഫ്. എന്താ പേര്? റോയൽ. അപ്പോൾ ആളും എൻ്റെ ആ യെല്ലോ വണ്ടി ഓടിക്കുക, TC പോലുള്ള വണ്ടി ഓടിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ആരല്ലേ? ഇനി ഒരാളും കൂടെ അല്ലേ? വൈശാഖ്. അപ്പോൾ ബാക്കിയുള്ളവരെയും വഴിയെ പരിചയപ്പെടുത്താം. അപ്പോൾ നമുക്ക് പയ്യെ ഇവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ. അപ്പോൾ ആ ഫുഡൊക്കെ കഴിച്ചു. ഇന്ത്യൻ കോഫി ഹൗസിൽ നിന്ന് നമ്മൾ ഫുഡ് കഴിച്ച് നമ്മൾ ഇനി പോകുന്നത് നമ്മുടെ റൈഡ് കണ്ടിന്യൂ ചെയ്യുവാണ്. അപ്പോൾ ഇനി ഒരു 2 to 3 പീപ്പിൾ ജോയിൻ ചെയ്യാണ്ട്. കാലാവസ്ഥ കണ്ടില്ലേ, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കാലാവസ്ഥയിൽ വന്നിട്ടുണ്ട് കേട്ടോ. മഴ മാറി. ആ സൈഡിൽ കുറച്ച് നീലാകാശം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണാം. ഈ സൈഡിൽ കുഴപ്പമില്ല എന്നുള്ളൊരവസ്ഥയാണ്. പക്ഷേ അങ്ങോട്ടേക്ക് നല്ല മഴക്കാറ് കാണുന്നുണ്ട്. അപ്പോൾ
പോവാം നമുക്ക്. ലെറ്റ്സ് കണ്ടിന്യൂ ദ റൈഡ്. പിന്നെ ഇതിൽ ഞാൻ ഇപ്പോൾ പഠിച്ചൊരു കാര്യമുണ്ട്. ഇപ്പോൾ എനിക്ക് പറഞ്ഞു തന്ന ഫീച്ചേഴ്സ് ഞാൻ പയ്യെ പഠിച്ചു തന്നെ ഉള്ളൂ. ഇത് എഫിഷ്യൻസി എത്ര എഫിഷ്യൻ്റായിട്ട് ഓടിക്കണം. അതുകൊണ്ട് 43 കിലോ വാട്ട് അവർ പെർ കിലോമീറ്റർ, കിലോ വാട്ട് അല്ല, വാട്ട് അവർ പെർ കിലോമീറ്റർ എന്ന് കാണിക്കുന്നുണ്ട്. അതെന്ന് വെച്ചാൽ നമ്മൾ എത്ര എഫിഷ്യൻ്റായിട്ട് ഓടിക്കണം, അല്ലെങ്കിൽ എത്രത്തോളം ചാർജ് നമ്മൾ ബാറ്ററിയിൽ നിന്ന് എടുക്കേണ്ടതെന്നാണ് ഈ 40 വാട്ട് അവർ പെർ കിലോമീറ്റർ. 1 കിലോമീറ്റർ ഓടിക്കാൻ എത്ര വാട്ട് അവർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെന്ന് ബാറ്ററിയുടെ. അപ്പോൾ അത് ഏറ്റവും ലോസിലേക്ക് കൊണ്ടുവന്നാലാണ് നമുക്ക് ഇത് എഫിഷ്യൻ്റായിട്ട് ഓടിക്കണമെന്ന് മനസ്സിലാവണേ. അപ്പോൾ ഇപ്പോൾ 89% ആയാൽ നമുക്ക് റീജൻ ഓണാവും. നമുക്ക് റീജൻ ഓണായാൽ നമുക്ക് ഈസി ആയിട്ട് നോക്കാം. നമുക്ക് ഇറക്കത്തിലൊക്കെ ചാർജ് കൂടുതൽ കയറുമെന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. സസ്പെൻഷൻ അത്യാവശ്യം കുഴപ്പമില്ല, എന്നാലും ബാക്കിൽ ചെറിയ അടിയൊക്കെ ഉണ്ട്. പക്ഷേ സസ്പെൻഷൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഡാമ്പിങ് നമുക്ക് കിട്ടുന്നുണ്ട് വണ്ടി. അത്ര ബുദ്ധിമുട്ടുള്ളതൊന്നും ഞാൻ പറയില്ല. പിന്നെ റൈഡിങ് പൊസിഷനായാലും ഭയങ്കര അഗ്രസീവ് അല്ല, കുഴപ്പമില്ല. പിന്നെ അറിയാലോ, ആസ് ഓൾവേസ് ഇലക്ട്രിക് വണ്ടി കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല. ഈസി ആയിട്ട് ഇങ്ങനെ ബ്ലോക്കിലൊക്കെ വന്ന് നിന്നാലും നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ ഓടിക്കുന്നത്. ആ പുള്ളിയാണ് പിലിയനെ വെച്ച് ഓടിക്കുന്നത്. പുള്ളിക്കാരിയാണ് പറഞ്ഞത് ക്ലാസ്സിനെക്കാട്ടും കംഫർട്ടാണ് ഇതിൻ്റെ ബാക്കിൽ ഇരിക്കുകയെന്ന്. സോ ഇവിടെയൊക്കെയാണ് നമ്മുടെ പാലം പണിയൊക്കെ നടക്കണം കേട്ടോ. അപ്പോൾ ഈ പാലം പണിയൊക്കെ നടക്കുമ്പോൾ ഇപ്പോൾ ബ്ലോക്ക് ചെറിയ കുറവാന്ന് തോന്നുന്നു, വലിയ സീനില്ല. പക്ഷേ എങ്ങനെ ബ്ലോക്കുകൾ കൂടിയ അത് നല്ല പണിയാണ്. കാര്യം ഇവിടെ നല്ല രീതിയിൽ ബ്ലോക്ക് ആവാറുണ്ട്. ഇപ്പോൾ ഇന്ന് ഞായറാഴ്ച ചെയ്തുകൊണ്ടായിരിക്കും ഈ സമയത്ത് ബ്ലോക്ക് കുറവ്. അല്ലെങ്കിൽ അനങ്ങാൻ പറ്റില്ല, അടുക്കാൻ പറ്റില്ല, അത്രയ്ക്ക് ബ്ലോക്ക് ആയിരിക്കും. അപ്പുറത്ത് NH66 വന്ന കണ്ടപ്പോഴത്തേക്കും ഇവരിവിടെ എന്നാൽ പിന്നെ നമുക്കും കുറച്ച് പാലങ്ങളൊക്കെ കൊണ്ടുവരാമെന്നൊക്കെ വിചാരിച്ചിട്ട് ചെയ്തായിരിക്കും. അല്ലെങ്കിൽ എന്തിനാ പെട്ടെന്നൊരു പാലം ഇവിടെ ആവശ്യമുണ്ടാവും എന്നെനിക്ക് അറിയില്ല. ഉണ്ടാവും ചിലവർ ജംഗ്ഷനാണ് ഇതൊക്കെ, മെയിൻ അകത്തോട്ട് ഉള്ളിലോട്ട് പോകുന്ന സിഗ്നലാണ്. അപ്പോൾ ആ നോ സിഗ്നൽ ആക്കാൻ വേണ്ടിയുള്ള ട്രെയിലായിരിക്കും ഇവർ. പക്ഷേ അപ്പുറത്ത് NH66 പണിത് അതൊരു താജ്മഹൽ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ പണിത മതിലുകളെല്ലാം ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണാണ്. ഓഫ് റോഡ് അല്ല, സോറി, സ്ലാബ് റോഡ്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് സെക്ഷൻ കേട്ടോ. ഫസ്റ്റ് സെക്ഷൻ ഓഫ് ബ്ലോക്ക് റോഡ് കഴിഞ്ഞിരിക്കുന്നു. ഗ്ലൈഡ് മോഡിൽ ടോപ്പ് സ്പീഡ് തന്നെ 85 ആട്ടെ. 85-ലായിരിക്കും ലോക്ക് ആവണേ. ഇപ്പോൾ റീജൻ നമുക്ക് ഓൺ ആയതുകൊണ്ട് കേട്ടോ തന്നെ വണ്ടി ബ്രേക്ക് കേട്ടോ. ഞാൻ ബ്രേക്കേ ചെയ്യണല്ല. അപ്പോൾ ഇതിൽ നമ്മളിങ്ങനെ ഓടിക്കുവാണെങ്കിൽ നമുക്കുള്ള ഗുണമെന്ന് വെച്ചാൽ തന്നെ റീജനറേഷൻ സംഭവിക്കും. അതായത് തിരിച്ച് ചാർജ് കയറും. അപ്പോൾ ഇപ്പോൾ കണ്ട, ഞാൻ ഏകദേശം 10 കിലോമീറ്റർ ഓടാൻ എനിക്ക് 90-87% ചാർജേ ഉപയോഗിച്ചിട്ടുള്ളൂ. അതാണ് ആ റീജൻ 89 ആയപ്പോൾ റീജൻ ഞാൻ ഇപ്പോൾ ലെവൽ 2-ലാണ് ഇട്ടേക്കണം. ഓട്ടത്തിൽ തന്നെ നമുക്ക് മാക്സിമം റെഡ്യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഓ യെസ്, ദ ബ്ലോക്ക് ഹാസ് സ്റ്റാർട്ടഡ്. നല്ല സൂപ്പർ ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഫുൾ ഓഫ് റോഡാണ്. ഇതായിട്ട് ഇവിടെ ഫുൾ റോഡ് ഇല്ല, എല്ലാം ഓഫ് റോഡാണ് ഇവിടെ. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഒരു വണ്ടി ജാം ആയിരുന്നു. ട്രാക്ഷനൊക്കെ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ചെളിയിലൊക്കെ ഇങ്ങനെ എടുത്തിട്ട് പോകുമ്പോൾ കൈ കൊടുത്താൽ ട്രാക്ഷൻ നന്നായിട്ട് വർക്ക് ആവുന്നുണ്ട്. ഇതൊക്കെ എന്ന് വന്നത് എനിക്ക് തോന്നുന്നു ഈ വർഷം പോയി. ഈ വർഷം തൃശ്ശൂർ നശിഞ്ഞു. നമുക്ക് തൃശ്ശൂർ ഇവർ അങ്ങനെ എടുത്തു. ഇപ്പോൾ തൃശ്ശൂർ നമ്മൾ പാലങ്കാർക്ക് കൊടുത്തു. ഇനി ഈ സൈഡിൽ ഇങ്ങോട്ടേക്ക് വരാനേ മടിയായി ഇപ്പോൾ സത്യം പറഞ്ഞാൽ. കണ്ടോ, ഇതൊന്നും അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഇല്ലാണ്ട് വണ്ടി ഹാൻഡിൽ ചെയ്യണ്ടില്ല. കൊള്ളാം, നല്ല രസമായിട്ട് ഹാൻഡിൽ ചെയ്യണ്ടേ. ഭയങ്കര ശോകമാണ് ഇങ്ങോട്ടേക്കുള്ള റോഡ്. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ സമയത്തൊന്നും അല്ല. നല്ല ബ്ലോക്കൊക്കെ വന്നാൽ എനിക്ക് തോന്നുന്നു 2-3 മണിക്കൂറൊക്കെയാണ്, 3-3.5 മണിക്കൂറൊക്കെ എടുക്കണം തൃശ്ശൂർ ടു അങ്കമാലി, അങ്കമാലി ടു തൃശ്ശൂരൊക്കെ. സോ ഹോപ്പ്ഫുള്ളി പെട്ടെന്ന് തന്നെ ഇതൊക്കെ നന്നാവും. ലെറ്റ്സ് കണ്ടിന്യൂ ദ റൈഡ്. കണ്ടോ, വാൽപ്പാറ അതിരമ്പള്ളി നമ്മുടെ ചാലക്കുടി പാലം കഴിഞ്ഞ താഴത്തു നിന്ന് റൈറ്റ് എടുക്കുമ്പോഴാണ് ഈ വഴിയാണ് നമ്മൾ ചിമ്മിനി ഡാമിലേക്ക് പോണത്. ഇവിടെയും കുറച്ച് വണ്ടികൾ വന്നിട്ടുണ്ട് കേട്ടോ. വണ്ടി കാണുന്നത് എനിക്ക് ആദ്യമൊക്കെ എടുക്കുമ്പോൾ ഇവിടെ എല്ലാവരും കർണാടകയിൽ നിന്നാണ് വണ്ടി എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ വെയിറ്റിംഗ് ഫോർ അവർ കാർ. അപ്പോൾ വരാനുള്ള എല്ലാവരും ജോയിൻ ചെയ്തിട്ടുണ്ട്. അങ്ങോട്ടേക്ക് ചെറിയ കോടയൊക്കെ കാണാൻ പറ്റും, മലയും കോടയും നല്ല രസമുണ്ട്. അപ്പോൾ ബാക്കി ജോയിൻ ചെയ്യാനുള്ള എല്ലാവരും നമ്മുടെ കൂട്ടത്തിൽ വന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹോപ്പ്ഫുള്ളി ഇതേ ഒരു ക്ലൈമറ്റ് നിൽക്കുവാണെങ്കിൽ ഉണ്ടല്ലോ നല്ല രസമായിട്ട് നമുക്ക് പോകാം കേട്ടോ. കാര്യം വെയിലില്ല, അടിപൊളി ക്ലൈമറ്റ്, അടിപൊളി എന്താ പറയുക, റോഡും നല്ലതാണ്, അത്ര വലിയ സീനൊന്നും ഇല്ലയെന്നാണ് കേട്ടെ. എനിക്ക് ഈ നല്ല റോഡ് കണ്ടിട്ട്. ബ്രോ ഈ വഴി സ്ട്രെയിറ്റ് ആണോ? സ്ട്രെയിറ്റ് ആണോ? അല്ല ലെഫ്റ്റോ റൈറ്റോ എല്ലാം എടുക്കണ്ട. ഞാൻ ഒന്ന് കുറച്ച് മുന്നോട്ട് പോട്ടെ കേട്ടാ. കണ്ട ആ ബ്രേക്കിംഗ് കണ്ട, നമ്മൾ ബ്രേക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതും അതായത് ആ എൻജിൻ ബ്രേക്കിംഗ് ഇല്ലാത്ത ഒരു വിഷമവും എനിക്കിപ്പോൾ ശരിക്കും ഇതൊരു
ഒരു പെഡലിലൊരു ഷിഫ്റ്റർ തന്നിരുന്നെങ്കിൽ ആ ഒരു നമുക്ക് എൻജിൻ ബ്രേക്കിങ്ങിന് വരെ ഒരു 1, 2, 3 എന്ന് പറഞ്ഞൊരു മോഡ് വെച്ചിട്ട് നമുക്കത് ചെയ്യാമായിരുന്നു കേട്ടോ. നോക്കാം, ഇതിന് വേണ്ടി ഉണ്ടാക്കിയ ടയേഴ്സാണെന്നാണ് പറഞ്ഞേക്കണേ. അത്യാവശ്യം നല്ല രസമായിട്ട് കിടത്താനൊക്കെ പറ്റുമെന്നൊക്കെയാണ് എൻ്റെ ഒരു വിശ്വാസം. കൊള്ളാം കൊള്ളാം മോനെ, പൊളി. ഓ നൈസ്. കൊള്ളാട്ടോ, നല്ല രസമുണ്ട്. ഞാനത് എൻജോയ് ചെയ്യുന്നുണ്ട് ശരിക്കും. കണ്ടോ, ഞാൻ ബ്രേക്ക് ചെയ്യണുള്ളത് തന്നെത്താനെ വണ്ടി നിൽക്കുക. ഓഫ് മോനെ, എന്താ വഴി. ചേച്ചി ചിമ്മിനി ഡാം ഇങ്ങോട്ടാണോ? ചിമ്മിനി ഡാം അറിയില്ലേ? ഷോ അയ്യോ, ഇവിടെ അല്ലേ? കുഴപ്പമില്ല. ചിമ്മിനി ഡാമെന്ന് മാത്രമേ അറിയുള്ളൂ. കുഴപ്പമില്ല. ഇപ്പം വരും ആൾക്കാർ തന്നെ ഉണ്ട്. ഓ ചേച്ചി എടുത്ത് എന്തോ ഞാൻ ചിമ്മിനി ഡാമോ, ഇത് ഇന്ത്യ. കുറേ ആൾക്കാരുണ്ട്. നേരെ തന്നെയും തോന്നണം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു റോഡ്, അങ്ങനെ കുഴി കാര്യങ്ങളൊന്നുമില്ല. കുറേ ഇങ്ങനെ ചാട്ടമുണ്ട്, ഇടയ്ക്കിടയ്ക്ക് കുറേ ചാട്ടമുണ്ട്. പക്ഷേ അല്ലാണ്ട് എല്ലാം ഓക്കെയാണ്, നല്ല രസമുണ്ട് റോഡൊക്കെ. അത് മഴ പെയ്തേക്കൊണ്ട് പച്ചപ്പ് ഭയങ്കര കൂള. ചേട്ടാ എടുക്കരുത്. അപ്പോൾ നമ്മൾ പോകുന്നത് ചൊക്കാന എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ചൊക്കാന, അവിടെ നിന്നാണ് നമ്മൾ ചിമ്മിനി ഡാം. ചൊക്കാന ഫോറസ്റ്റ്, ആ ഫോറസ്റ്റ് റൂട്ടിലാണ് ആന, ഒറ്റയാന എന്തോ സീനാന്നൊക്കെയാണ് ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞതെന്നാണ് നമ്മുടെ വൈശാഖ് ബ്രോ പറഞ്ഞത്. അതാണ് റൈഡ് ഹെഡ്, പുള്ളിയാണ് നമ്മുടെ റൈഡ് ലീഡ് ചെയ്യണത്. അപ്പോൾ അവിടെ ഇതുണ്ടെന്നാണ് പറഞ്ഞ കേട്ടോ ചൊക്കാനയിൽ. ഓക്കെ, നമ്മൾ വഴി തെറ്റി. അതാണ് നമ്മുടെ വഴി. സോ നമ്മൾ ഇതാണ് കേട്ടോ ഫോറസ്റ്റ് റൂട്ട് എന്ന് പറഞ്ഞത്. ഇവിടെ ആനയുണ്ട്, കാര്യങ്ങൾ ഫുൾ കമ്പിവേലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളൊരു ബസ്സിൻ്റെ ബാക്കിൽ ഇങ്ങനെ പോകണം, ഒരു പ്രൈവറ്റ് ബസ് മുന്നിൽ പോകുന്നുണ്ട്. അപ്പോൾ വലിയ വണ്ടികൾ എപ്പോഴും നമുക്കൊരു തുണയായിരിക്കും ഇങ്ങനത്തെ സ്ഥലത്ത്, കാട്ടിലൂടെയൊക്കെ പോകുമ്പോൾ. അപ്പോൾ ആ ബസ്സിൻ്റെ പുറകെ ഇങ്ങനെ പയ്യെ പിടിച്ച് പോകണേണ്. പിന്നെ വേറൊരു എനിക്കൊരു നല്ല കാര്യം എന്ന് പറയാൻ, ഫോറസ്റ്റിൻ്റെ അകത്തോടെ പോകുമ്പോൾ സൈലൻ്റായിട്ട് പോകാൻ നമ്മൾ ശ്രമിക്കുമല്ലോ. അപ്പോൾ അതേപോലെ ഇതിന് ഒരു സൗണ്ടൊന്നും ഇല്ല കേട്ടോ, നമ്മുടെ പെട്രോൾ വണ്ടികളെ പോലെ. അത് എനിക്ക് സൗണ്ട് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ നമ്മൾ ഈ ഫോറസ്റ്റിൻ്റെ അകത്തൂടെ പോകുമ്പോൾ എനിക്ക് സൗണ്ട് കുറച്ചാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇത് ഭയങ്കര സൈലൻറ്റ്, ഭയങ്കര നമുക്ക് ആ ചുറ്റുവട്ടത്തുള്ള സൗണ്ടൊക്കെ ശരിക്കും നോർമൽ ബൈക്ക് ഓടിക്കുന്നതിനേക്കാൾ നല്ല രീതിയിൽ കേൾക്കാൻ പറ്റുന്നുണ്ട്. മൈ ഗോഡ്, വേണ്ട, ഓവർടേക്ക് ചെയ്യല്ലേ. അവരാണ് നമ്മുടെ രക്ഷകർ. ഹാരിസൺ മലയാളം ലിമിറ്റഡ്, അവരുടെ ഒരു റബ്ബർ തോട്ടമാണ് ഈ കാണുന്നത്. ഇവിടെ ആന വരും. അയ്യോ എൻ്റെ പൊന്നോ, എനിക്കൊന്ന് മലയാറ്റൂർ ആ റൂട്ടൊക്കെയാന്ന് തോന്നുന്നു കേട്ടോ. ഒരു ഐഡിയ കിട്ടണം. എന്നാലും ഈ വഴിയൊക്കെ വന്ന പോലെയൊക്കെ ഒരു ഫീലുണ്ട്. സന്തോഷം. എന്താ ആനയുണ്ടോ? എന്താണ് പോണ വഴിക്കാണ് ആന. അപ്പോൾ എല്ലാവരും ഓട്ടയ്ക്ക് ഉണ്ട്. ഓരോരുത്തർക്കായിട്ട് വന്നാൽ പറയാൻ പറ്റില്ല. ഇന്നലെ വൈകുന്നേരം ആന വന്നിട്ടുണ്ടെന്നാണ് ആ ചേട്ടന്മാർ പറഞ്ഞത്. ആണോ? നോക്കി എടുത്താൽ മതി. ആനനെ പേടിയുണ്ടോ? എന്നാ ബാക്കി വന്ന, എന്നാ നമുക്ക് ബാക്കി പോവാ.
ഗൈസ് കലക്കം മഴ കേട്ടോ, കലക്കം മഴ. നിങ്ങൾക്ക് കുറച്ച് ഇരുട്ടായിരിക്കും. ആ ND ഫിൽറ്റർ ഉള്ളതുകൊണ്ട് ND ഫിൽറ്റർ ചതിച്ചു. ഞാൻ കുറച്ച് വെയിലൊക്കെ വന്നപ്പോൾ നൈസായിട്ട് ND ഫിൽറ്റർ എടുത്ത് വെച്ചു. അപ്പോൾ ND ഫിൽറ്റർ നമുക്ക് പണി തന്നു ഗൈസ്. ഇപ്പോൾ കുറച്ച് വെളിച്ചം വന്നിട്ടുണ്ടാവണം. മഴയത്ത് നമ്മൾ 790 ആയിട്ട് ഇതേപോലെ മാമലക്കണ്ടം പോയതാണ്. അപ്പോൾ ഒരു വൈബ് കിട്ടി, അതേ വൈബ് കറക്റ്റ്. ഫുൾ നനഞ്ഞ് കുളിച്ച് ഹാപ്പിയായി അടിച്ച് മേടിച്ച് ഊഹ് എൻ്റെ മോനെ ഒന്നും പറയണ്ട. അപ്പോൾ കട്ട മഴയത്ത് കൊടും മഴയത്ത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചൊക്കാന ഫോറസ്റ്റിലൂടെ. നല്ല അടിപൊളി റൂട്ട് കേട്ടോ. സോ ഇത് ഒരു തൂക്കുപാലമാണ്. ഇവിടെ കയറാൻ പാടില്ല. ഔട്ട്സൈഡേഴ്സ് ആർ നോട്ട് അലൗഡ് ടു യൂസ് ദ ബ്രിഡ്ജ്. ട്രെസ്പാസേഴ്സ് വിൽ ബി പ്രോസിക്യൂട്ടഡ്. അടിച്ച് ഭിത്തി കയറ്റും. അപ്പോൾ ഇതുവഴി പോകാൻ പാടില്ല കേട്ടോ. പക്ഷേ പണ്ട് ഇതുവഴി വണ്ടിയൊക്കെ കയറ്റിവിടുക പറയുന്നത്. വേറെ തൂക്കുപാലം കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പയ്യെ മൂവ് ആവാം കേട്ടോ. ഫസ്റ്റ് ഗിയർ ത്രോട്ടിൽ. ഇതിന് ട്രാക്ഷൻ ഉള്ളതുകൊണ്ട് ഇവിടെ നിന്ന് തന്നില്ല എന്ന് പ്രതീക്ഷിക്കാം. അമ്മേ വെച്ച് അല്ല നിനക്ക് അങ്ങനെ പൊക്കില്ല. ബ്രോ ഫ്രണ്ട്, അല്ലെങ്കിൽ ഞാൻ ഫ്രണ്ട് പിടിക്കാം. ബ്രോ ബാക്ക് പൊക്കിയാൽ മതി. നിൽക്കട്ടാ, കൈ മാറ്റിക്കോ. ഒന്നും കൂടെ നോക്കാം. പ്ലക്ക് എന്ന് പറഞ്ഞാൽ തെന്നിപ്പോയി. പിന്നെ വണ്ടി നമ്മൾ പയ്യെ അങ്ങ് താഴത്തേക്ക് വെച്ചു. പക്ഷെ ഇതിന് ചെറിയൊരു ക്രാഷ് ഗാർഡൊക്കെ ഉണ്ട്. ഇത് ക്രാഷ് ഗാർഡാണ്. അതിലാണ് വണ്ടി പോയി റെസ്റ്റ് ചെയ്തത്. അപ്പോൾ നമ്മുടെ കാലിലേക്കൊന്നും വീഴില്ല. ട്രാക്ഷൻ 1 പോരാ നമുക്കപ്പോൾ ട്രാക്ഷൻ 5 എങ്കിലും, പക്ഷേ 3 എങ്കിലും ഇടാം. നല്ല മഴ ചെളിയുടെ മേളിലൊക്കെ പോവുകയാണെങ്കിൽ 3 വേണം കേട്ടോ. 1 എന്നൊക്കെ പറഞ്ഞാൽ എനിക്കൊന്നും ജസ്റ്റ് ചെറിയ മണ്ണിലൊക്കെ ഒക്കെ ഉള്ളൂ. പക്ഷേ നല്ല ചെളിയിലായിരുന്നത്. അപ്പോൾ എനിക്കൊന്ന് 3-ലിട്ടാലേ മര്യാദയ്ക്ക് ആ ട്രാക്ഷൻ പിടിക്കുള്ളൂ വണ്ടി. ഞാൻ കട്ട മഴ നനയാനുള്ള എല്ലാം നനഞ്ഞിട്ട് ഒന്നുമില്ല നനയാൻ. ആ വഴിയാ കാറ് പോവില്ലല്ല. കാറ് വരുമോ? ഓ പാലേപ്പള്ളി ഗ്രൗണ്ട്. അങ്ങനെ RX-ന് സൗണ്ട്. കാർ എടുക്കണ്ടോ? ഇവിടെ കുഴപ്പമില്ല, ഒന്ന് നോക്കിയെടുക്കണം. പറഞ്ഞുതരാം. ടെസ്റ്റഡ് ആൻഡ് ഓക്കെ. ഇതാണ് ക്രിക്കറ്റ് ഗ്രൗണ്ട്. പക്ഷെ ഇത് മേളിൽ നിന്നുള്ള വ്യൂ ആണ് കുറച്ചും കൂടെ രസം. നമ്മുടെ സ്ഥലത്ത് ഇതാണ് ആ ഒരു ഗ്രൗണ്ട്. ഈ ഗ്രൗണ്ടാണ് ആ മേളിൽ നിന്നൊരു വ്യൂ ഉണ്ട്. കാടിൻ്റെ നടുക്കൊരു ക്രിക്കറ്റ് ഗ്രൗണ്ട് എന്നുള്ള രീതിയിൽ ആ ഗ്രൗണ്ടാണ് ഈ കാണുന്നത്. അയ്യോ നല്ല രസമില്ലേ? ഇതാണ് ക്രിക്കറ്റ് ഗ്രൗണ്ട് കേട്ടത്. ആ ഗ്രൗണ്ടിലേക്കുള്ള വഴി. ഗ്രൗണ്ടിൽ കുറച്ച് നേരം നിന്ന് അവിടെ കുറച്ച് നേരം സംസാരിച്ചൊക്കെ നിന്ന് മഴയത്തൊക്കെ കളിച്ച് എന്തായാലും ഫുൾ നനഞ്ഞു. ഇനിയൊന്നും ഇല്ല. ഫോണൊക്കെ ഞാൻ മാറ്റി ഉപയോഗിച്ചിട്ടോ. ഫോണൊക്കെ പോയപ്പോൾ ഗേറ്റ് ഉണ്ടായില്ലല്ലോ. അവിടെ ഗേറ്റൊക്കെ ഉണ്ട്. എനിക്കത് തോന്നണല്ലോ ഇവിടെ മിക്കവാറും ഇത് പൂട്ടും ഇങ്ങനെ പോയാ. ഗേറ്റ് പൂട്ടിയാ എന്ത് ചെയ്യും? ആരാത്? ഗേറ്റ് പൂട്ടിക്കളഞ്ഞു ഗേയ്സ്. പെട്ടല്ല. ആൾക്കാർ കടക്കാണ്ട് എപ്പോഴും അടച്ചിടാറുണ്ട്. നമ്മളെ വണ്ടി അവിടെ ഉള്ളവർ കണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ അവര് കൂട്ടിപ്പോയിണ്ടോ. അപ്പോൾ ഈ ഗ്രൗണ്ടിൽ പ്രവേശനമില്ല ഗേയ്സ്. പെട്ട് ഗേയ്സ്. ഓ അങ്ങനെ ഞങ്ങളുടെ കാറ് പെട്ടു. അപ്പോൾ ഗ്രൗണ്ട് കാണാൻ പോണ ഒരു കാറ് ഗേറ്റ് തുറന്നിട്ടുണ്ടെങ്കിൽ ദയവ് ഇത് വരരുത്. വന്നാൽ ഇതുപോലെ ഇരിക്കും. സോ ഹൗ ഇസ് ഇറ്റ് എബി? എബിയുടെ വീഡിയോഗ്രാഫി ഒരു രക്ഷയില്ല. എൻ്റെ പൊന്നളിയാ. എന്താ താക്കോൽ എടുക്കട്ടെ? അങ്ങനെ. നമ്മളിപ്പോൾ ഇവിടുത്തെ ഈ ഹാരിസൺ മലയാളത്തിൻ്റെ അവരുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇനി നമ്മൾ വെയിറ്റ് ചെയ്യണം. അവരുടെ നിന്ന് പറഞ്ഞ് താക്കോലെടുത്ത് അവർ അൺലോക്ക് ചെയ്തിട്ട് വേണം നമുക്ക് പോവാൻ. അത്ര നേരം പോസ്റ്റാണ്. അപ്പോൾ നല്ല റൂട്ട് കൊള്ളാം. ആന ഒന്നും കണ്ടില്ല. ഇനിയിപ്പോൾ ചിമ്മിനി ഡാം എത്തും. ഇനി പോണ വഴി കുറേ മയിലുണ്ടാവും എന്ന് പറഞ്ഞു.
മയിൽ ഇഷ്ടംപോലെ മയിലുണ്ടാവും. അപ്പോൾ കുറേ മയിലിനെ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ദാറ്റ് വാസ് പാലേപ്പള്ളി ഗ്രൗണ്ട് കേട്ടോ. അതാണ് അതിൻ്റെ പേര്, പാലേപ്പള്ളി ഗ്രൗണ്ട് എന്നാണ് ആ ഗ്രൗണ്ടിൻ്റെ പേര്. ആൻഡ് ഇറച്ചിപ്പാറ, അങ്ങനെ എച്ചിപ്പാറ അങ്ങനെ എന്തോ സ്ഥലത്തിൻ്റെ പേര്. ഇവിടെ ആന, കരടിയുടെ ഒക്കെ ഫോട്ടോ ഉണ്ട്. അതെന്നാ കരടിയോ പുലിയോ എന്തൊക്കെയാണ് വളയ്ക്കണം ചേട്ടാ? ആനയുണ്ടോ? എന്തു പറ്റി? ഓക്കെ, ഇതാണ് നമ്മുടെ ചിമ്മിനി വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഇവിടെയാണ് നമ്മൾ കയറാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരാൾക്ക് 10 രൂപയും ഒരാൾക്ക് 40 രൂപയും, വണ്ടിക്ക് 10 രൂപയും ബൈക്കിന് കേട്ടോ. ആനയൊക്കെ ഉണ്ടെന്നൊക്കെ പറയണു കേട്ടോ. പിന്നെ മയിലൊക്കെ രാവിലെയൊക്കെ ഒന്ന് മയിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. കാടാട്ടോ പക്ക. ഇത് റബ്ബർ തോട്ടമാണ്, 2 സൈഡും റബ്ബർ തോട്ടം. ഇപ്പോൾ പുതിയതായിട്ട് വെച്ചാന്നൊക്കെ പറയുന്നുണ്ട്. കുറച്ച് നാൾ മുമ്പ് വരെയും ഇത് വെക്കണതിന് മുമ്പ് നല്ല രസമായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ഫുൾ വെച്ചുകൊണ്ട് കുറച്ച് കാട് പോലെ ഇങ്ങനെ പിടിച്ചെടുക്കണമെന്ന് പറഞ്ഞു. പിന്നെ ഇപ്പോൾ മഴയും കൂടെ ആയതുകൊണ്ട് നല്ല പച്ചപ്പുണ്ട് കേട്ടോ, അതിനൊരു കുറവൊന്നുമില്ല. എർത്ത് ഡാം നമുക്ക് നടന്ന് അങ്ങനെ മുകളിലേക്ക് പോയി അവിടെയൊക്കെ കാണാം. അതിൻ്റെ മുകളിൽ കൂടെ നടന്ന് പോവാം. പാർക്കിംഗ് ഗ്രൗണ്ടിൽ വണ്ടി വെക്കണം. നമ്മൾ ചിമ്മിനി ഡാമിലെത്തി. ചിമ്മിനി ഡാം എന്നായിപ്പോയി. അപ്പോൾ ചിമ്മിനി ഡാം എത്തി. ഇവിടെ ഇങ്ങനെ നടന്ന് നമുക്ക് പോവാം. നടന്ന് വണ്ടി അവിടെ പാർക്ക് ചെയ്യുക. അവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് എന്നിട്ട് ഇതുവഴി ഇങ്ങനെ നടന്ന് ആ ഡാമിൻ്റെ മുകളിൽ കൂടെ കുറച്ച് ദൂരം നടക്കുള്ളൂ. അധികം ദൂരം നടക്കാനുള്ള ത്രാണിയില്ല, നല്ല വിശപ്പായി. അപ്പോൾ നമ്മൾ നേരെ ഡാമിൻ്റെ ആ ഭാഗങ്ങളൊക്കെ കണ്ടിട്ട് നമുക്ക് തിരിച്ച് ഇത് കഴിഞ്ഞാൽ നേരെ എറണാകുളത്തേക്കാണ് പോകണത്. ചിലപ്പോൾ ഫുഡ് കഴിക്കും, അത് ഉള്ളൂ. അതാണ് നമ്മുടെ മെയിൻ പ്ലാൻ. അത് കഴിഞ്ഞാൽ വേറെ പരിപാടിയൊന്നുമില്ല. നമ്മൾ എങ്ങോട്ട് പോകണം? ഇങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലേ? അങ്ങോട്ട് പോകാമല്ലോ. അങ്ങനെ നമ്മൾ കൊട്ടവഞ്ചിയിൽ കയറാൻ പോവുകയാണ്. എന്നിട്ട് എക്സൈറ്റഡ്. അവിടെ ആനേനൊക്കെ കാണാനുണ്ട്. ആനയെ കാണാനുണ്ട്. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ ക്ലൈമറ്റ്, നല്ല അടിപൊളി ക്ലൈമറ്റ്. ഇവിടെ കൊട്ടവഞ്ചി ഉണ്ട്, പിന്നെ എലിഫൻ്റ് റൈഡ് ഉണ്ടെന്ന് പറയണു. അത് അപ്പുറത്ത് നമ്മളെ കൊണ്ട് ഇറക്കി വിട്ടിട്ടാണോന്നറിയില്ല, അത് ഇവിടെയുള്ള എലിഫൻ്റ് ആണെന്നറിയില്ല. പക്ഷേ ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ, ഭയങ്കര രസമുണ്ട്. സ്ഥലം ഇതാണ് സ്ഥലം. അവിടെ കൊട്ടവഞ്ചി ഉണ്ട്, നടുക്ക് അവിടെ കൊണ്ടുപോയിട്ട് കറക്കിയിട്ടൊക്കെ നമ്മൾ തിരിച്ചു കൊണ്ടുവരും. ഓക്കെ, അപ്പോൾ ഒരു കൊട്ടവഞ്ചിക്ക് 400 രൂപ. അപ്പോൾ ഒരാൾക്ക് 100 രൂപ വെച്ചിട്ട് ഒരു കൊട്ടവഞ്ചി 4 പേർക്ക് കയറാൻ പറ്റും. ദാറ്റ് ഈസ് ദ കോസ്റ്റ്. ഇതിൻ്റെ അകത്ത് കയറാൻ 40 രൂപയും 40 രൂപ ബൈക്കിന്, 10 രൂപ ആൾക്ക്. അതാണ് ഇവിടുത്തെ റേറ്റ്. കഴിക്കാമെന്നില്ല കേട്ടോ, കഴിക്കാൻ ഫുഡൊന്നുമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കഴിച്ചിട്ട് എനിക്ക് നല്ല വിശപ്പായി, അതുകൊണ്ട് പറഞ്ഞതാണ്. ഇവിടെ ഫുഡൊന്നും കിട്ടില്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ പുറത്തുനിന്ന് തന്നെ വാങ്ങിക്കൊണ്ട് വരിക. ഇവിടെ ആകെ കിട്ടുന്ന ഐസ്ക്രീമും വെള്ളവും മാത്രമേ കിട്ടുള്ളൂ. ചെരുപ്പ് വരേണ്ട അവസ്ഥ. ഹലോ, ചെരുപ്പ് വരെ ഊരിച്ചടാ. അതാ കൂടിയത്. നമ്മളൊന്നും ചെയ്യണ്ട, എല്ലാം ചേട്ടൻ ചെയ്തോളൂ. ബൈഡാ, പോയിട്ട് വരുമ്പോ മത്തി വാങ്ങിച്ചിട്ട് വരാം. ബായ്. അവിടെ പേടിച്ചൊക്കെ നമ്മളിപ്പോ എവിടെയാ? അപ്പൊ നമ്മൾ കൊട്ടവഞ്ചി കയറിയിട്ട്, അപ്പോൾ ഈ ചേട്ടനാണ് നമുക്ക് തുഴഞ്ഞ് തരുന്നതും. ഇത് ചെരുപ്പൊക്കെ ഊരുന്നതും, ചെരുപ്പൊക്കെ ഊരി ഇരിക്കാൻ സാധനമൊക്കെ ഉണ്ട്. അതെ, ഇഷ്ടമുള്ള പോലെ ഇരിക്കാം. പക്ഷെ ചാരാനുള്ള സെറ്റപ്പ്. കാലി നീട്ടി വെച്ചോളെ. അവിടെ നമ്മുടെ അടുത്ത രണ്ടാമത്തെ ടീംസ് ഇത് അവിടെ നിന്ന് ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നുണ്ട്. ചേട്ടൻ ഞങ്ങൾക്ക് ഒരു ബാലിസ്റ്റിക് മോഡ് ഓൺ ആക്കി തന്നിരിക്കുന്നതാണ്. താങ്ക് യു ഏട്ടാ. കണ്ടോ, അങ്ങനെ ഞങ്ങൾക്ക് കൊട്ടവഞ്ചി ബാലിസ്റ്റിക് മോഡ് കിട്ടി. ഒന്ന് നേരെ ആട്ടെ. ഇവിടെ വീഡിയോ എല്ലാ വീഡിയോസ് എടുക്കുന്നു, ചറ പറ വീഡിയോസ് എടുക്കില്ല. ആനയെ കാണാൻ പറ്റിയത് അവിടെ ബാക്കില് ദൂരെ ഒരു ആന അവിടെ ഉണ്ട്. 3 ആന നിൽക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കൊട്ടവഞ്ചി റൈഡ് കഴിഞ്ഞു, ചിമ്മിനി ഡാം കഴിഞ്ഞു, ആനയൊക്കെ കണ്ടു കേട്ടോ. ചെറിയ ആനക്കുട്ടി 3 ആന ഉണ്ടായി, ഒരു ആനക്കുട്ടിയൊക്കെ ഉണ്ടായി. അപ്പോൾ സൂം ചെയ്താ കണ്ടേ. അപ്പോൾ അതായിരുന്നു. നല്ല രസമുണ്ട് കേട്ടോ. ഭയങ്കര അത്ര തിരക്കൊന്നുമില്ല, ഭയങ്കര സമാധാനം, നല്ല രസം, ഫുൾ പ്രകൃതി ഭംഗി, എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം. ഇവിടെ എല്ലാ ദിവസവും ഉണ്ട് ഇത്. കൊട്ടവഞ്ചി രാവിലെ വന്ന ട്രെക്കിംഗ് ഉണ്ട്, അതിൽ വെള്ളച്ചാട്ടം, അങ്ങനെ കുറേ സ്ഥലത്തൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കുറേ പരിപാടി ഉണ്ട് ഇവിടെ വന്നാൽ, ചിമ്മിനി ഡാമിൻ്റെ സൈഡിലേക്ക് വന്നാൽ. അപ്പോൾ ഇനി ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കാം കേട്ടോ.
ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി വന്നാൽ ഞങ്ങൾ ഊട്ടി വന്ന് ഇവിടെ കപ്പയും കൊള്ളിയും കിട്ടും. കുഴപ്പമില്ല, ചെറിയ ചായക്കട. അപ്പോൾ കിട്ടിയ സാധനം എടുത്ത് കഴിച്ചു. റേഞ്ച് ഒന്നുമില്ല, ഇവിടെ വന്നാൽ പൈസ ഇട്ട് കൊണ്ടുവരിക. അപ്പോൾ ഇത് കട്ട മഴയുണ്ട്. എങ്ങനെ ഉണ്ടാവേ? സെറ്റ്. എന്നാൽ പോവാം. അപ്പോൾ പോവാം. അതിന് നമുക്ക് തിരിച്ച് ഇതുവഴി പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് നേരെ കൊച്ചിക്ക് പിടിക്കാം. വെയിലാ, നല്ല മഴയും വെയിലും. ഓഹോ ഹോ ഹോ ഹോ. ഇത് ബസ് റൂട്ടും കൂടെ കേട്ടോ. ചിമ്മിനി ഡാമിലേക്ക് ബസ്സൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. യാസീൻ. ആയിട്ടിരുന്ന് ഓടിക്കണമെന്നുള്ളവർക്ക് ഈ ഒരു മോഡൽ വേണമെങ്കിൽ ചൂസ് ചെയ്യാം കേട്ടോ. കാര്യം വ്യത്യാസമുണ്ട് ആ ഒരു ഇതിൽ, ആ ഒരു റൈഡിങ് പോസ്റ്ററിലും ആ സാധനം ഫുൾ മുകളിലോട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഇത് എപ്പോൾ വേണമെങ്കിൽ നമുക്ക് മറ്റേതിലോട്ട് ആക്കാൻ തോന്നുന്നു, അറിയില്ല, നോട്ട് ഷുവർ. ബട്ട് ജസ്റ്റ് നമ്മളിതൊന്ന് ഓടിച്ച് നോക്കാമെന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ വീഡിയോ ആരും എടുക്കുന്നുണ്ട്. തിരിച്ചെത്തിയിട്ടോ. എൻ്റെ പൊന്നൊന്നും പറയാനില്ല. തിരിച്ചു വന്നപ്പോൾ മഴ, ഗോപ്രോ അടിച്ചുപോയി, നമ്മുടെ ഹെൽമെറ്റ് ക്യാം അടിച്ചുപോയിണ്ടായി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുൾ മഴയായിരുന്നു, കട്ട മഴയായിരുന്നു. അപ്പോൾ ഈ വണ്ടി നമ്മൾ ഓടിച്ചു കേട്ടോ. അതായത് നല്ല രീതിയിൽ ഞാൻ എല്ലാ സാധനവും ടെസ്റ്റ് ചെയ്ത്, മഴ, നല്ല വെള്ളം, എന്താ ഓഫ് റോഡ് എല്ലാം ടെസ്റ്റ് ചെയ്തു. അത് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം, ഈ റൈഡ് ഫുൾ നമ്മൾ മാറി ആയിട്ട് ഓടിച്ചത്. കുറേ പേര് ഈ വണ്ടി ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ മാറി ഓടിച്ചിട്ടും നമുക്ക് ഏകദേശം 10% ചാർജ് ഉണ്ടായി ഇവിടെ എത്തുമ്പോൾ. ആ 10% ചാർജ് ഉണ്ടായിട്ടും ഈ വണ്ടി 90 കിലോമീറ്റർ സ്പീഡ് വരെ കയറുന്നുണ്ട്. അതായത് 85-80+ വരെയും ഇത് കയറുന്നത്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട്. ഇത്രയും ലോ ബാറ്ററി പെർസെൻറ്റേജ് ആയിട്ടും ഈ വണ്ടിയുടെ പെർഫോമൻസ് അത്ര ലോ ആവുന്നില്ല. ബാക്കി കുറേ ഇലക്ട്രിക് വണ്ടികൾക്കൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ബാറ്ററി 20 അല്ലെങ്കിൽ 25 താഴേക്ക് വന്നാൽ പിന്നെ 40 മേളിൽ വണ്ടി കയറില്ല. അപ്പോൾ അതുപോലെ തന്നെ ഈ വണ്ടി അതേപോലെ പെർഫോം ചെയ്യുന്നുണ്ട്. ബാക്കി എല്ലാം കൊണ്ടും അടിപൊളി, ട്രാക്ഷൻ എല്ലാ കാര്യവും നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ആകെ എനിക്ക് സീറ്റ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ആയാൽ കൊള്ളാൻ തോന്നി. ബാക്കിയെല്ലാം ഭയങ്കര അടിപൊളിയാണ്. നല്ല ഇലക്ട്രോണിക്സ് എല്ലാ കാര്യങ്ങളും നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനിയും ഇവിടുത്തെ റൈഡ്സ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്കും ജോയിൻ ചെയ്യാം ഇവരുടെ റൈഡ്സിൽ. ഇവരുടെ നമ്മുടെ സ്പേസ് സ്റ്റേഷനിൽ നിന്ന് റൈഡും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോണത്. എങ്ങനെയുണ്ട് എബിയെ ഇന്നെടുത്ത വീഡിയോ മൊത്തം എബി കഷ്ടപ്പെട്ട് തലകുത്തി മറിഞ്ഞ് മഴയത്തും വെയിലത്തൊക്കെ നിന്ന് എടുത്താണ്. എങ്ങനെയുണ്ടായി ബ്രോ റൈഡ്? ആളുടെ ഫസ്റ്റ് ഗ്രൂപ്പ് റൈഡായിരുന്നു. അപ്പോൾ ബാക്കി എല്ലാവരും വണ്ടി അങ്ങോട്ടേക്ക് വെക്കുന്നുണ്ട്, 3-4 പേര് വന്നുണ്ട്. അപ്പോൾ ആ ഫസ്റ്റ് ഗ്രൂപ്പ് റൈഡ് ആയതുകൊണ്ട് പുള്ളി എങ്ങനെയുണ്ടായി ഗ്രൂപ്പ് റൈഡ്? അടിപൊളിയായിരുന്നു അല്ലേ? അതെ, സ്ഥലവും അടിപൊളിയായിരുന്നു. ഞങ്ങൾ ആദ്യം ഒരു ചിമ്മിനി ഡാം പോകണം, പക്ഷേ അടിപൊളി ലൊക്കേഷനായിരുന്നു. കൊട്ടവഞ്ചി എല്ലാം നല്ല സൂപ്പറായിരുന്നു കണ്ടത്. ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കുക. യെസ്, അങ്ങനെ ഓരോരുത്തരായിട്ട് ഇവിടെ തിരിച്ചെത്തിയിരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി, ഇതാണ് നമ്മുടെ അൾട്രാവയലറ്റിൻ്റെ F77 Mark II റീകോൺ എഡിഷൻ. യെസ്, അതൊക്കെ തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഡോണ്ട് ഫർഗെറ്റ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചാനൽ, ബെല്ലൈക്കൻ ഞെക്കുക. അടുത്ത വീഡിയോ ബെല്ലൈക്കൻ അറിയിക്കുന്നതായിരിക്കും. സൈൻ ഓഫ് ചെയ്യണം. മറ്റാരുമല്ല, നിങ്ങളുടെ സ്വന്തം കൊച്ചി മച്ചാൻ.
ബൈ.